പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 11 മുതലുള്ള തിരുവചനമാണ്. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. വളരെ കൃത്യമായിട്ട് തിരുവചനം പറയുകയാണ്, കർത്താവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് അത് മഹത്വമാണ്, ആനന്ദമാണ്, സന്തോഷമാണ്, ആഹ്ലാദമാണ്. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കേട്ടോ, ഒരു ദൈവഭക്തന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് വചനം പറയുകയാണ്. അവന് ദൈവം മഹത്വം കൊടുക്കും, ആനന്ദം കൊടുക്കും, സന്തോഷം കൊടുക്കും, ആഹ്ലാദം കൊടുക്കും, പിന്നെ എന്താണ്, ദീർഘായുസ് നൽകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും കൂടെയാണ്. അപ്പൊ ദൈവത്തെ അറിയാനുള്ള കൃപയും കൂടി ദൈവം നമുക്ക് തരികയാണ്. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. അതായത് ദൈവത്തോടുള്ള ഈ ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവും ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോൾ തന്നെ ദൈവം അത് അവർക്ക് നൽകുന്നുണ്ട്. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അതായത് ദൈവത്തോടൊരു മനുഷ്യന് ഭക്തി ഉണ്ടെങ്കിൽ അത് ദൈവം തരുന്നതാണ്. അത് ദൈവത്തിന്റെ അനന്ത നിശ്ചയമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തെ അറിയാൻ, ദൈവഭക്തയായി ജീവിക്കാനൊക്കെ ദൈവം തരുന്ന ആ കൃപ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, എത്രയോ പേര് ഈ ഭൂമിയില് ഈ ദൈവഭക്തിയിൽ ജീവിക്കുന്നു. അവരുടെ ഹൃദയം ആനന്ദം കൊണ്ടും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും, ഈ ലോകത്തിന്റെ ഇല്ലായ്മകളെ കുറിച്ചോ വിഷമങ്ങളെ കുറിച്ചോ ആകുലപ്പെടുന്നില്ല, അസ്വസ്ഥരാകുന്നില്ല. കാരണം ദൈവഭക്തി അവന് ബലമാണ്, ശക്തിയാണ്, കരുത്താണ്, ആരോഗ്യമാണ്, ആനന്ദമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.